നിർഭൻ, എന്തായാലും SIT അന്വേഷണം അത് കൂടുതൽ തലത്തിലേക്ക് കടക്കുന്നു. പ്രത്യേകിച്ച് നമുക്കറിയാം കൂടുതൽ സമയം SITക്ക് നീട്ടിക്കിട്ടിയിരിക്കുന്നു ഹൈക്കോടതിയിൽ നിന്ന്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആഴത്തിൽ വ്യക്തമായിട്ടുള്ള കൃത്യമായ രീതിയിലുള്ള അന്വേഷണത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. ഇപ്പോൾ കർണാടക മാത്രമല്ല, ഇനി ചെന്നൈയിലും അന്വേഷണത്തിലേക്ക് മറ്റൊരു സംഘത്തെ അയക്കുന്നു എന്നുള്ളതൊക്കെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്തൊക്കെയാണ് SIT നീക്കം? തീർച്ചയായും SIT സംഘത്തിൻ്റെ അന്വേഷണം സംബന്ധിച്ച് പലതരത്തിലുള്ള വിമർശനങ്ങൾ പ്രതിപക്ഷം അടക്കം ഉന്നയിച്ചിരുന്നു. പക്ഷേ SIT സംഘത്തിൻ്റെ അന്വേഷണം കൃത്യവും ഇക്കാര്യത്തിൽ ശരിയായ ദിശയിലുമാണ് എന്ന് കോടതി വിലയിരുത്തിയിരുന്നു. അതുകൂടിയാണ് അതിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ വേണം ഇതിനെ കാണാൻ. ഇക്കാര്യത്തിൽ കൃത്യമായ പരിശോധനകൾ, ശാസ്ത്രീയമായ പരിശോധനകൾ, ഒപ്പം തന്നെ കൃത്യമായ അന്വേഷണം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ ഭദ്ര മുഖവുരയായി സൂചിപ്പിച്ച കാര്യമാണ്. ഇതിൽ വലിയ ഗൂഢാലോചന ഈ കേസുമായി ബന്ധപ്പെട്ട് കേസിൻ്റെ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുമ്പോൾ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഗോവർദ്ധനും ബെല്ലാരി രാജുവും ചേർന്നിട്ട് ഒരു ഗൂഢാലോചന ഉണ്ടായിരുന്നു. 2025 തന്നെ അവർ ബാംഗ്ലൂരിൽ വെച്ചിട്ട് വീണ്ടും കണ്ടിരുന്നു എന്ന തരത്തിലുള്ള വിശദാംശങ്ങൾ കോടതിയിൽ നൽകിയിട്ടുണ്ട്. അതിലാണ് ഇവരുടെ ഫോൺ സംഭാഷണങ്ങൾ അടക്കമുള്ള വിശദാംശങ്ങൾ, അത് ശാസ്ത്രീയമായ വിശദാംശങ്ങൾ SIT സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. അത് ഈ കേസിനെ സംബന്ധിച്ചുള്ള ഏറെ നിർണായകമായ കാര്യമാണ്. കാരണം ഈ കേസ് അന്വേഷണം ആരംഭിക്കുമ്പോൾ ആദ്യം ദ്വാരപാലക ശില്പത്തിൻ്റെ ഇരിപ്പിടം കാണാനില്ല എന്ന തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത് ഈ നിർണായകമായ ഒരു ഘട്ടത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖമാണ്. അതിനെ തുടർന്നാണ് അന്വേഷണത്തിൻ്റെ നടപടികളിലേക്ക് പോകുന്നതും ഹൈക്കോടതി ഈ കേസിൽ ഇടപെടുകയും ഒപ്പം തന്നെ ഇതിനെ സംബന്ധിച്ച റിപ്പോർട്ട് ദേവസ്വം ബോർഡിൻ്റെ ഇൻറ്റേർണൽ വിജിലൻസിനോട് ചോദിക്കുകയും വിജിലൻസ് ഗുരുതരമായ പ്രശ്നങ്ങളുണ്ട് എന്ന തരത്തിൽ വലിയ ഗൂഢാലോചനയുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ട് കോടതിയെ സമർപ്പിക്കുകയും ഈ കോടതിയുടെ നിരീക്ഷണത്തിൽ ഉചിതമായ അന്വേഷണം വേണമെന്ന് ദേവസ്വം ബോർഡ് വിജിലൻസ് തന്നെ വിഭാഗം തന്നെ ഇക്കാര്യത്തിൽ കോടതിയോട് ആവശ്യപ്പെടുകയും ചെയ്തു. ഇത് ബോധപൂർവം പലരും മറച്ചു വയ്ക്കുന്നുണ്ട്. ഈ കാര്യങ്ങളിൽ കോടതി സ്വമേധയായി ഇടപെട്ടതാണ് എന്ന തരത്തിലുള്ള വാദം പലരും ഇപ്പോൾ ഉന്നയിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പ്രതിപക്ഷവും BJPയുമാണ് ഈ വാദം ഉന്നയിക്കുന്നത്. പക്ഷേ എല്ലാവരും മറയ്ക്കുന്ന വിസ്മരിക്കാൻ ശ്രമിക്കുന്നൊരു ഭാഗമെന്ന് പറയുന്നത് ദേവസ്വം വിജിലൻസ് തന്നെ ഇക്കാര്യത്തിൽ ഗുരുതരമായ പ്രശ്നങ്ങളുണ്ട് എന്നും അതുകൊണ്ട് സമഗ്രമായ അന്വേഷണം വേണമെന്നും കോടതി നിരീക്ഷണത്തിൽ തന്നെ ഏത് അന്വേഷണവും കോടതിക്ക് പ്രഖ്യാപിക്കാം എന്ന റിപ്പോർട്ടാണ് കോടതിക്ക് നൽകിയത്. തുടർന്നാണ് കോടതി തന്നെ SIT സംഘത്തെ നിശ്ചയിക്കുകയും ആ സംഘത്തിൽ ആര് വേണം എന്ന കാര്യം അടക്കം നിശ്ചയിച്ചുകൊണ്ട് ആ കോടതിയിൽ തന്നെ ഇതിൻ്റെ വിശദാംശങ്ങൾ നൽകണമെന്നും മുദ്രവെച്ച കവറിൽ നൽകണമെന്ന വിവരങ്ങളും നൽകുന്നത്, ഇതിനനുസരിച്ച് ഉത്തരവ് നൽകുന്നത്. ഇതിനെ തുടർന്നാണ് SIT സംഘം വരുന്നത്. SIT സംഘത്തിൻ്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അത് വിപുലപ്പെടുത്തുന്നു. അത് വിപുലപ്പെടുത്തണമെന്നുള്ള ഹർജിയും കോടതി നൽകി. അതിനുള്ള അപേക്ഷയിലും കോടതി ഉത്തരവ് നൽകി. മാത്രമല്ല സംഘത്തിലെ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് ഈ പ്രതിപക്ഷവും ഒപ്പം തന്നെ BJP ഉന്നയിക്കുന്ന ഒരു തരത്തിലുള്ള രാഷ്ട്രീയ ആരോപണങ്ങളെയും കോടതി അംഗീകരിക്കുന്നില്ല, അത് പൂർണ്ണമായി നിരാകരിക്കുന്നു. മാത്രമല്ല മാധ്യമങ്ങൾ തമസ്കരിക്കാൻ ശ്രമിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇക്കാര്യങ്ങളിൽ ഒരു തരത്തിലുള്ള സമ്മർദ്ദവും SIT സംഘത്തിന് പിന്നിൽ സംഘത്തിന് മുകളിൽ മാധ്യമങ്ങൾ ചൊലുത്തരുത് എന്ന തരത്തിലാണ്. അതിൽ ഇടപെടേണ്ടത് അവർക്ക് ഉത്തരവാദിത്വം എന്ന് പറയുന്നത് കോടതിയോട് മാത്രമാണ്. ബാക്കി ഒരു തരത്തിലുള്ള സമ്മർദ്ദത്തിനും വഴങ്ങരുത് എന്ന തരത്തിലുള്ള നിർദ്ദേശവും കോടതി നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് അതിൻ്റെ കേസിൻ്റെ നിർണായകമായ ചില വഴിത്തിരിവിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. ഒന്ന്, ഗോവർദ്ധൻ്റെ അവിടെ നിന്ന് ജ്വല്ലറിയിൽ നിന്ന് കണ്ടെടുത്ത SIT സംഘം കണ്ടെടുത്ത സ്വർണം, അത് ശാസ്ത്രീയ പരിശോധന പൂർത്തിയായി. നാളെ അതിൻ്റെ റിപ്പോർട്ട് ലഭിക്കും. അത് ഗോവർദ്ധൻ്റെ ജ്വല്ലറിയിൽ നിന്ന് കണ്ടെത്തിയ സ്വർണം തന്നെയാണ് ശബരിമലയിൽ നിന്ന് പോയത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഉടൻ തന്നെ സ്വർണം തിരിച്ചു പിടിക്കാനുള്ള റിക്കവറി നടപടികളിലേക്ക് SIT സംഘം അടുത്ത് പോവുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇവരുടെ ഗൂഢാലോചന സംബന്ധിച്ചാണ്. ഗോവർദ്ധനും ബെല്ലാരി രാജുവും ഒപ്പം തന്നെ ഉണ്ണികൃഷ്ണനെ സംബന്ധിച്ച് ഒന്നിച്ച് ഇവിടെ വെച്ച് ഗൂഢാലോചന നടത്തിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നേരത്തെ തന്നെ ഇത്തരം വാർത്തകൾ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്തിനാണ് ചില മാധ്യമങ്ങളോട് പ്രതികരിച്ചതെന്നും അതിൻ്റെ ഭാഗമായി ഈ കേസ് വരികയും
തുടർന്ന് ഗൂഢാലോചന നടത്തുകയൊക്കെ ചെയ്യുമ്പോൾ അതിൽ വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന കോടതിയുടെ നിരീക്ഷണവും ഒപ്പം തന്നെ SIT സംഘത്തിൻ്റെ കണ്ടെത്തലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. തുടർന്ന് വന്ന വലിയ തരത്തിലുള്ള ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളൊക്കെ എന്തുകൊണ്ടുണ്ടായി എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റൊന്ന്, ഈ ഗോവർദ്ധൻ നേരത്തെ തന്നെ 95 മുതൽ തന്നെ ശബരിമലയിലെ നിത്യ സന്ദർശകനാണ്. അദ്ദേഹത്തിന് ഇത് ഈ സ്വർണ്ണപ്പാളികൾ സ്വർണ്ണപ്പാളി ഘടിപ്പിച്ചതാണ് എന്ന വിവരത്തെ സംബന്ധിച്ച് നേരത്തെ തന്നെ അറിയാവുന്ന ഒരാളാണ്. അതിനുശേഷമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി നേരെ ഇതിൻ്റെ അറ്റകുറ്റപ്പണിക്ക് വേണ്ടി അവിടെ അപേക്ഷ നൽകുന്നത്. അതും ഏറെ നിർണായകമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. എന്നിട്ട് ഈ സ്വർണം സംബന്ധിച്ച് തിരിച്ച് കഴിഞ്ഞ ഗോവർദ്ധൻ്റെ ജാമ്യാപേക്ഷയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറയും, തനിക്ക് ലഭിച്ചതിൽ ഏകദേശം 14 ലക്ഷത്തോളം വരുന്ന അധികമായി തനിക്ക് ലഭിച്ച തുക താൻ ശബരിമലയ്ക്ക് തന്നെ തിരിച്ചു നൽകിയിട്ടുണ്ട് എന്ന കാര്യം പറയുന്നുണ്ട്. അങ്ങനെയാണ് എങ്കിൽ അത് തന്നെ ഏറ്റവും വലിയ കുറ്റസമ്മതമായി തന്നെ SIT സംഘം കാണുന്നുണ്ട്. കോടതിയും അത് നിരീക്ഷിക്കുന്നു. കാരണം ഇങ്ങനൊരു ഇടപാട് നടന്നിട്ടുണ്ടെന്നും അതിൽ സ്വർണം ഇവിടെ നിന്ന് പോയി ആ സ്വർണം കട്ടെടുത്തിട്ടുണ്ട് എന്നും ഗോവർദ്ധനൻ തന്നെ സമ്മതിക്കുന്ന ഒരു ഭാഗമാണ് അദ്ദേഹത്തിൻ്റെ ജാമ്യാപേക്ഷയിൽ വരുന്നത്. അതും ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട് ഇനി ഉണ്ണികൃഷ്ണ പോറ്റിയുടെ സ്പോൺസർമാരെ സംബന്ധിച്ച് അദ്ദേഹം ഗോവർദ്ധൻ്റെയും ബെല്ലാരി രാജുവിൻ്റെയും ഈ ബന്ധം മാത്രമല്ല, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചുറ്റിപ്പറ്റി അദ്ദേഹം സ്പോൺസറായി കൊണ്ടുവന്ന മറ്റ് പലരുടെയും വിശദാംശങ്ങൾ കൂടി SIT സംഘം വരും ദിവസങ്ങളിൽ പരിശോധിക്കും.